ദൈവ തിരുനാമത്തിന് ഉണ്ടാകട്ടെ. സിംഹാസന്മാർ വലിയ വിദ്യാർത്ഥികൾ പരിശുദ്ധാസഭയുടെ പ്രതികരണം അനുസരിച്ച് ഇന്നലെ പുത്തനെ ഞായറാഴ്ച അല്ലെങ്കിൽ പെരുത്ത ഞായറാഴ്ച നാം ആചരിച്ച ഇന്ന് ലോകത്തിന്റെ കവാടം എന്ന രീതിയിൽ ശുഭോലോ ശുശ്രൂഷ ഇവിടെ നടത്തപ്പെടുകയാണ്. നമുക്കറിയാം, ശുഭോലോ ശുശ്രൂഷ സുറിയാനിക്കാരെ സാധാരണഗതിയിൽ അവർ പരസ്പരം കണ്ടുമുട്ടുമ്പോൾ ഏതെങ്കിലും കാര്യത്തിന് ക്ഷമ ചോദിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സോറി അല്ലെങ്കിൽ എക്സ്ക്യൂസ് മീ എന്ന് പറയണമെങ്കിൽ അവർ ഉപയോഗിക്കുന്ന വാക്ക് ശുഭോനോ എന്നാണ്. ക്ഷമിക്കണം. ഈ ശുഭോനോ എന്ന പദം നമുക്കറിയാം, ക്ഷമ എന്ന് നാം സാധാരണ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പറയുന്ന മലയാളത്തിൽ. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോയിലും അതുപോലെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളിലും നമ്മൾ നിരന്തരമായി കേൾക്കുന്ന 3 പദങ്ങളുണ്ട്: ക്ഷമ, നിരപ്പ്, സമാധാനം. ക്ഷമ, നിരപ്പ് അല്ലെങ്കിൽ അനുരഞ്ജനം, സമാധാനം. ഈ 3 കാര്യങ്ങളാണ് ക്രിസ്തീയ ജീവിതത്തിന്റെ അകത്തുകയായി മനുഷ്യന് രക്ഷയിലേക്ക് നയിക്കുവാൻ ഏറ്റവും പരമപ്രധാനമായ ഒരു കാര്യമായി നാം കാണുന്ന പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ. ഇന്നലത്തെ ഞായറാഴ്ചയെ സാധാരണഗതിയിൽ നമ്മൾ പേത്രത്ത ഞായറാഴ്ച എന്ന് പറയും. അതിന്റെ അർത്ഥവും ആ വാക്കിന്റെ സാങ്കത്യവും എല്ലാം നമുക്ക് വളരെ സുപരിചിതമായ ഒന്നാണ്. ആ പേത്രത്ത ഞായറാഴ്ച എന്ന പേത്രത്ത എന്ന വാക്ക് ഫുത്താ എന്ന് പറയുന്ന സുറിയാനി പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണെന്നുള്ളതാണ് ഭൂരിഭാഗം പണ്ഡിതന്മാരും അവകാശപ്പെടുന്നത് അല്ലെങ്കിൽ അഭിപ്രായപ്പെടുന്നത്. ആ വാക്കിന്റെ അർത്ഥം അവസാനിക്കുക എന്ന് പറയും. വേറെ ഒരു അർത്ഥം ഫോത്തൂറോ, ടേബിൾ അല്ലെങ്കിൽ മേശ അല്ലെങ്കിൽ വിഭവസമൃദ്ധമായ ഭക്ഷണം എന്നുള്ള അർത്ഥത്തിലൊക്കെ ചില വ്യാഖ്യാനങ്ങൾ കൊടുക്കുന്നു. അവിടെയും അതിലൊരു സാങ്കത്യമില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, അവസാനിക്കുക എന്ന് പറയുമ്പോൾ എന്തോ ഒന്ന് അവസാനിച്ച് മറ്റൊന്ന് ആരംഭിക്കാൻ പോകും. വിഭവസമൃദ്ധമായ ഭക്ഷണം അല്ലെങ്കിൽ മേശയൊരുക്കുക എന്നത് നമ്മുടെ നാട്ടിൽ നമ്മൾ പറയും. അതിന്റെ അർത്ഥം സമർത്ഥമായ ഒരു ഭക്ഷണം അല്ലെങ്കിൽ അതിൽ നിന്ന് അതുമായി ബന്ധപ്പെട്ടതാണ്. ലത്തീൻ ഭാഷയിൽ അതിന് തത്തുല്യമായി ഒരു ആഘോഷമുണ്ട് അല്ലെങ്കിൽ ആചാരമുണ്ട്. കാർണിവൽ എന്ന് നമ്മൾ ഇന്ന് അറിയപ്പെടുന്ന ആഘോഷം. കാർണിവൽ എന്ന വാക്ക് കാർണെ ലംബാരി എന്ന ലത്തീൻ പദത്തിന്റെ അർത്ഥം മാംസമേ വിട എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ഇത് നമ്മുടെ പേത്രത്തായുമായി നമ്മൾ ചിന്തിക്കുമ്പോൾ മാംസാദികൾ, പ്രത്യേകമായി മാംസഭക്ഷണവും അല്ലെങ്കിൽ വിഭവസമർത്ഥമായ ഭക്ഷണങ്ങളോടെല്ലാം വിട പറയുന്ന ആ ഒരു ദിവസമായി. അന്നൊരു പക്ഷേ ആ ഞായറാഴ്ച വളരെ സമർത്ഥമായ ഭക്ഷണം കഴിക്കുന്നത് കൊണ്ട് അതിന്റെ അവസാനമായിട്ട് അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ നമ്മൾ അഹോത്തൂറോ എന്ന വാക്ക് അതുമായി ബന്ധപ്പെടുന്നത്. എന്നാൽ ഫുത്താർ എന്ന് പറയുന്ന വിട പറയുക എന്ന് പറയുന്ന ആ പദമാണ് കൂടുതൽ അതുവരെയുമുള്ള ജീവിതശൈലികളോടും ഭക്ഷണക്രമങ്ങളോടുമുള്ള ഒരു വിട പറഞ്ഞ് മറ്റൊന്നിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ ശുഭോനോ ശുശ്രൂഷയുടെ സാങ്കത്യം അവിടെയാണ് നാം കാണുന്നത്. ശാരീരികമായ ഭക്ഷണം, അതിനെ നമ്മൾ വിട പറഞ്ഞല്ലെങ്കിൽ നിയന്ത്രിച്ച് അതിനോട് വിട പറയുമ്പോൾ മറ്റു പലതിനോട് വിട പറയുവാൻ, അതാണ് ഇന്ന് ഞാൻ പറഞ്ഞ ക്ഷമയും അനുരഞ്ജനവും അതിലൂടെയുള്ള സമാധാനവും. ഈ ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും ആവശ്യകതയാണ് ശുഭോനയിലൂടെ വെളിപ്പെടുന്നത്. പ്രാർത്ഥനയിൽ എപ്പോഴും നമ്മൾ എല്ലാ ദിവസവും പറയുന്ന പ്രാർത്ഥന, ആത്മാവും ശരീരവും ഒരുമിച്ച് നോമ്പ് നിൽക്കേണ്ടിയിരിക്കുന്നതിനാൽ ശരീരം ഭക്ഷണത്തെ വെടിയുമ്പോൾ ആത്മാവ് തിന്മകളെയും വിടയേണ്ടതാണ്. ഇവിടെയാണ് ശരീരത്തിന്റെയും മനസ്സിന്റെയും ആത്മാവിന്റെയും ശുദ്ധീകരണവും
അതോടൊപ്പം തന്നെ പുതുക്കത്തിന്റെയും ആവശ്യകതയെ കുറിച്ച് നാം കാണുന്നത്. ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഇഷുക്കോനോ എന്ന് പറയുന്ന ആ പദം ഗ്രീക്ക് ഭാഷയിൽ അഫൈബി എന്ന് പറയുന്നതായ ഒരു വാക്കാണ് അതിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ നിരപ്പ് അല്ലെങ്കിൽ റെക്കൺസിലിയേഷൻ അതിന് പറയുന്നത് കറ്റലാഗെ എന്ന് പറയുന്ന ഒരു ഗ്രീക്ക് പദമാണ്. ഈ വാക്കിന്റെ അർത്ഥം നമ്മൾ അഫൈബി എന്ന് പറയുന്നതായ ഗ്രീക്ക് പദത്തിന്റെ അർത്ഥം നമ്മൾ ക്ഷമ എന്ന് സാധാരണ നമ്മൾ അതിനെ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴും അതിന്റെ യഥാർത്ഥമായ ആന്തരികമായ അർത്ഥം എന്ന് പറയുന്നത് ക്യാൻസൽ ചെയ്യുക, ഒന്നിനെ ഡിസ്മിസ് ചെയ്യുക എന്നുള്ളതാണ് യഥാർത്ഥമായ അർത്ഥം എന്ന് പറയുന്നത്. ഈ അർത്ഥത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ എന്താണ് തനിക്ക് എതിരെ മറ്റുള്ളവർ, അതാണ് വായനകളിൽ നമ്മൾ കേട്ടത്, തനിക്കെതിരെ മറ്റുള്ളവർ ചെയ്തതിനെ അല്ലെങ്കിൽ നമ്മോട് ചെയ്തതായ ആ തിന്മയായ പ്രവൃത്തികളെ, നമ്മെ വേദനിപ്പിച്ചതായ കാര്യങ്ങളെ, അതിനെയെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നില്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന്, ജീവിതത്തിൽ നിന്ന് അതിനെ ക്യാൻസൽ ചെയ്യും. അതാണ് യഥാർത്ഥത്തിൽ ക്ഷമിച്ചു എന്ന് പറയുമ്പോൾ സംഭവിക്കുന്നത്. അതാണ് ഇതിന്റെ അടിസ്ഥാനം എന്താണ്? നമ്മുടെ ഈ ക്ഷമ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഔദാര്യമല്ല. അതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് പഴയ നിയമത്തിൽ സങ്കീർത്തന പുസ്തകം 103-12 വാക്യം നാം കാണുന്നു. ഉദയമസ്തമനത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ ലേഖനങ്ങളെ നമ്മോട് ക്ഷമിച്ച് അകറ്റിയിരിക്കുന്നു. ഉദയവും അസ്തമയവും തമ്മിൽ രണ്ട് എക്സ്ട്രീമിൽ നിൽക്കുന്ന സംഗതികളാണ്. ഇതുപോലെ തന്നെ ദൈവം സ്വർഗസ്ഥനായ നമ്മുടെ ദൈവം നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ച് അത് അകറ്റിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇതിന്റെ നമ്മുടെ കർത്താവിലൂടെ അത് ദൈവം ഈ ഭൂമിയിൽ മനുഷ്യനെ വെളിപ്പെടുത്തി കൊടുത്തതായ ആ ക്ഷമയുടെ മുഖത്തെ പൗലോസ് പറയുകയാണ്. കൊലോസ് 2:14 അവൻ ക്രിസ്തുവിന്റെ യാഗത്താൽ നമ്മുടെ അതിക്രമങ്ങളെ നമ്മോട് ക്ഷമിച്ചു. നമ്മുടെ കർത്താവിന്റെ ക്രൂശിലെ യാഗത്താൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ അതിക്രമങ്ങളെ നമ്മോട് ക്ഷമിച്ചു. ഇവിടെയാണ് ഞാൻ സാധാരണ പറയുന്ന ഒരു ഡിവൈൻ ഇൻഡിക്കേഷൻ, ദൈവത്തിന്റെ ഭാഗത്തു നിന്നും ദൈവം എടുത്തതായ ആ വലിയ രക്ഷണി പ്രവർത്തനം നമ്മോട് കാണിച്ച ക്ഷമയുടെയും ആ വലിയ മുഖം നാം കാണുന്നത്. അത് തന്നെയാണ് ഇന്ന് എവൻഗേലിയോനിൽ 10,000 തക്രാർ അത് കടംപെട്ടിരുന്നവരോട് ക്ഷമിച്ച ആ സംഭവവും അവൻ 100 ദിനാറോ കടപ്പെട്ടിരുന്നവരോട് കാണിച്ച മനോഭാവവും ആ വേദഭാഗത്തിലൂടെ വെളിപ്പെടുത്തി തന്നത്. അതുകൊണ്ട് തന്നെ നമ്മോട് പൗലോസ് വീണ്ടും നമ്മളെ ഓർപ്പെടുന്നു. എഫേസ്യ ലേഖനം 4:32 പറയുന്നു, ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും അന്യോന്യം ക്ഷമിക്കും. ഇതാണ് ആ ഇൻഡിക്കേറ്റീവ്, ദൈവം കാണിച്ച ഡിവൈൻ ഇൻഡിക്കേറ്റീവിന്റെ ഇമ്പരേറ്റീവ് എന്ന് പറയുന്നത്. ഇൻഡിക്കേറ്റീവ് എന്ന് പറയുന്നത് ദൈവം നമ്മോട് കാണിച്ചു, അതിന് നമ്മുടെ ഭാഗത്തുള്ള പ്രതികരണമായിട്ട് എന്താണ് ഞാൻ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഞാൻ ക്ഷമിക്കേണ്ടതിന്റെ അടിസ്ഥാനം എന്താണെന്നുള്ളത് അതവിടെ കാണുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ദൈവം നമ്മോട് ക്ഷമിച്ചു. ദൈവം ആ ക്ഷമ തന്റെ പുത്രനിലൂടെ ഈ ലോകത്തില് വെളിപ്പെടുത്തി നമ്മെ ആ ക്ഷമയുടെ വലിയ മാതൃക കാണിച്ചു തന്നിരിക്കുമ്പോൾ നമ്മോട് പറയുകയാണ്. മത്തായിയുടെ സുവിശേഷം 6:14-15 ശ്രദ്ധിച്ച് കേൾക്കണം. നിങ്ങൾ മനുഷ്യരോട് അവരുടെ പിഴകളെ ക്ഷമിച്ചാൽ സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവ് നിങ്ങളോട് ക്ഷമിക്കും. നിങ്ങൾ ക്ഷമിക്കാതിരുന്നാൽ നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കുകയില്ല. ഇത് വളരെ ശ്രദ്ധേയമായ ഒരു ഭാഗമാണ്. നമ്മുടെ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ക്ഷമയ്ക്ക് പാപമോചനത്തിന് പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ ആ പ്രാർത്ഥനയ്ക്കെല്ലാം മുൻപ് നമ്മൾ വേറൊരു പ്രാർത്ഥന നടത്തുന്നത് കർത്തൃപ്രാർത്ഥന. എന്താണ്? ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപവും. നമ്മളൊരു മാനദണ്ഡം വയ്ക്കുന്നുണ്ട്. എന്താ? ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പൊ നമ്മൾ ക്ഷമിക്കുന്നത് പോലെ ക്ഷമിച്ചാൽ പോലെ ദൈവം ഇത് നമ്മൾ അങ്ങോട്ട് പറയുകയാണ്, ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. യഥാർത്ഥമായി പലപ്പോഴും ദൈവികമായ കൃപകളും കരുണകളും അല്ലെങ്കിൽ ആ പാപമോചനത്തിന്റെയും ക്ഷമയുടെയും അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥമായി അനുഭവപ്പെടാതെ പോകുന്നത് മറ്റുള്ളവരോട് നമ്മളിത് വെറും ജന്മനമായിട്ട് പ്രാർത്ഥനകളിൽ ഹൃദയത്തിൽ മറ്റുള്ളവരോടുള്ള പകയും വിദ്വേഷവും നമ്മുടെ ആ പ്രതികാര മനോഭാവവും എല്ലാം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് നമ്മൾ പറയാം, ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ക്ഷമിച്ചാൽ മതി എന്നാണ് നമ്മുടെ ദിവസവും പറയുന്നത്. ഇവിടെയാണ് ശ്രദ്ധേയമായി ഈ വേദഭാഗം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ക്ഷമ എന്ന് പറയുന്നത്
ദൈവം നമ്മോട് ക്ഷമിച്ചത് ഏകജാതനിലൂടെ ആ ക്ഷമ ലോകത്തിന് കാണിച്ചു തന്നു. അവിടെ നമുക്ക് ആ ദൈവീകമായ ക്ഷമയുടെ അനുഭവത്തിലേക്ക് നമുക്ക് വരാം. എന്തുകൊണ്ടാണ് നമുക്ക് പലപ്പോഴും മറ്റുള്ളവരോട് ക്ഷമിക്കാൻ സാധിക്കാതെ? ശുക്കോനോ എന്ന് പറയുന്ന വാക്ക് എന്തുകൊണ്ടാണ് നമുക്ക് ക്ഷമിക്കാൻ സാധിക്കാതെ വരുന്നത്? ഒന്നാമത് സെൽഫ് ജസ്റ്റിഫിക്കേഷൻ, സ്വയം നീതീകരണം. ഞാൻ എല്ലാം തികഞ്ഞവനാണ്, എന്റെ ഭാഗം എല്ലാം കറക്റ്റാണ്. ഇത് വന്നു കഴിയുമ്പോൾ പലപ്പോഴും നമുക്ക് മറ്റുള്ളവരോട് ക്ഷമിക്കാൻ കഴിയും. രണ്ടാമത്, ഞാനത് വളരെ വിശദമായിട്ട് പറയേണ്ട കാര്യങ്ങളാണ്, എന്നാൽ അത് വളരെ സംക്ഷിപ്തമായി പറഞ്ഞ രണ്ടാമത്തെ കാര്യം ഈഗോയാണ്. ഞാൻ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് ഒരാക്ഷേപമാകുമോ? നമ്മുടെ ഈഗോയാണ് പലപ്പോഴും മറ്റുള്ളവരെ ക്ഷമിച്ചു എന്ന് പറയാൻ നമ്മെ തടസ്സപ്പെടുത്തുന്നത്. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് നടക്കുന്ന നിലനിൽപ്പിൽ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു കഴിയുമ്പോഴാണ് പലതും കുറ്റബോധത്തിലൂടെ മനുഷ്യൻ ജീവിതകാലം മുഴുവൻ കയറി നടക്കേണ്ടി വരുന്നത്. അവിടെ ഇവിടെയാണ് ജീവിതത്തിന്റെ നൈമിഷികത. ഈ ജീവിതം അടുത്ത നിമിഷം നമ്മൾ ഉണ്ടാകുമോ എന്ന് നിശ്ചയമില്ലാത്തത് കൊണ്ട് ദൈവം തരുന്ന ആയുസ്സിന്റെ നാളുകളിൽ മറ്റുള്ളവരോടുള്ള ബന്ധങ്ങൾ പുനഃക്രമീകരിച്ചു കൊണ്ടുപോകുവാൻ നമുക്ക് സാധിക്കട്ടെ. ഒരു വാക്ക് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കേണ്ട. അടുത്തത് ആ നിരപ്പ് അല്ലെങ്കിൽ അനുരഞ്ജനത്തിന്റെ കറ്റലാക എന്ന് പറയുന്ന വാക്ക്, യഥാർത്ഥത്തിൽ അതിന്റെ അർത്ഥമെന്ന് പറയുന്നത് അറസ്റ്റോ, പുനഃസ്ഥാപിക്കുക എന്നുള്ളത്. ഈ ക്ഷമയിലൂടെ സാധ്യതമാകുന്നത് അനുരഞ്ജനത്തിന്റെ ആദ്യപടി ഈ ക്ഷമയാണ്. മറ്റുള്ളവരോട് ക്ഷമിച്ചു, അതോടൊപ്പം തന്നെ ആ ക്ഷമയിലൂടെ അനുരഞ്ജനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മനുഷ്യന്റെ പാപം അല്ലെങ്കിൽ അസമാധാനത്തിന് കാരണമെന്ന് എവിടെയാണ്? ബന്ധങ്ങളിൽ വന്ന വീഴ്ചയാണ്, വിള്ളലാണ്. അതിന്റെ പുനഃസ്ഥാപനമാണ് ഏദന്റെ പർദീസയിൽ മനുഷ്യനും ദൈവവുമായുള്ള ബന്ധം, പ്രകൃതിയുമായുള്ള ബന്ധം അവിടെ തകർക്കപ്പെട്ടപ്പോൾ അവിടെയാണ് അസമാധാനം മനുഷ്യന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ അനുരഞ്ജനം എന്ന് പറയുന്നത് റെസ്റ്റോറേഷനാണ്, പുനഃസ്ഥാപനമാണ്, ബന്ധങ്ങളുടെ പുനഃസ്ഥാപനം. ഇവിടെ പാപം മൂലം തകർക്കപ്പെട്ടതായ ബന്ധങ്ങൾ അല്ലെങ്കിൽ മനുഷ്യ ജീവിതത്തിൽ പല കാരണങ്ങളാൽ തകർക്കപ്പെടുന്ന ബന്ധങ്ങൾ, അതിന്റെ പുനഃസ്ഥാപനത്തിന് ഈ ശുഭോനോ ശുശ്രൂഷയിലൂടെ മുഖാന്തരമായി തീരുന്നു. നാം നിരപ്പാകേണ്ടത് ആരോടാണ് നാം നിരപ്പാകേണ്ടത്? ആരോടൊക്കെയാണ്? സാധാരണ നമ്മൾ പറയും മറ്റുള്ളവരോട് നമ്മൾ നിരപ്പാകണം, എന്നാൽ അത് ആരംഭിക്കേണ്ടത് നമ്മിൽ തന്നെയാണ്. ആദ്യം തന്നെ നാം നമ്മോട് തന്നെ നിരപ്പാകണം. ഇന്ന് പലപ്പോഴും മനുഷ്യന് സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ നടക്കുന്നത് തന്നോട് തന്നെ നിരപ്പാക്കാൻ കഴിയുന്നില്ല. ഇവിടെയാണ് തന്നോട് തന്നെ നമ്മുടെ ചില ആളുകളെ സംബന്ധിച്ചുള്ള ജീവിതകാലം മുഴുവനുള്ള കുറ്റബോധം തങ്ങൾ ചെയ്ത് അവരെ മാനസിക രോഗികളാക്കി മാറ്റുന്ന അവസ്ഥകൾ. അവിടെയാണ് തന്നോട് തന്നെ നിരപ്പാകാതെ അവന് മറ്റുള്ളവരോട് നിരപ്പാക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമതായി തന്നോട് തന്നെ നിരപ്പാകാൻ സാധിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമത് മറ്റുള്ളവരെ നമ്മളെ ഉപദ്രവിച്ച് അവരെ വേദനിപ്പിച്ചവരോട് ക്ഷമിക്കുവാനുള്ള, മൂന്നാമതായി ഈ പ്രകൃതിയോട് നിരപ്പാകുവാനുള്ളതാണ്. ദൈവം സൃഷ്ടിച്ച പ്രകൃതിയോട് മനുഷ്യൻ കാണിക്കുന്ന അനീതി ഇന്ന് മനുഷ്യന്റെ തന്നെ നാശത്തിനായി മാറിക്കൊണ്ടിരിക്കുമ്പോൾ പ്രകൃതിയോട് നിരപ്പാകാൻ, അവസാനമായി സർവശക്തനായ ദൈവത്തോട് നിരപ്പാകുവാൻ തക്കവണ്ണം നമുക്ക് ഈ നോമ്പിന്റെ ശുഭോന ശുശ്രൂഷ ക്ഷമയുടെയും അനുരഞ്ജനത്തിന്റെയും അതിലൂടെയുള്ള ദൈവിക സമാധാനത്തിലേക്കും എത്തിച്ചേരുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞാൻ ഒരു കാര്യം ഇതിനോട് ബന്ധപ്പെടുത്തി പറയുന്നത്, ഇതിന്റെ വേറൊരു ആസ്പെക്ടോടെയുണ്ട്. നമ്മുടെ പിതാക്കന്മാര് പഠിപ്പിക്കുന്ന ഈ നോമ്പിലേക്ക് അല്ലെങ്കിൽ ശുഭോനോയിലൂടെ നമ്മൾ പ്രവേശിക്കുന്നത് ഒരു വലിയ ബലിയിലേക്കാണ്. കാൽവരയിലെ യാഗമായി തീർന്ന ആ ബലിയിലേക്ക് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു ചിന്തയാണ്. ആ ബലിയിലേക്ക് പ്രവേശിക്കുന്നതിന്റെ മുന്നോടിയായിട്ട് ആ നോമ്പിലൂടെ നമ്മൾ കാൽവരയിലെ യാഗത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ കർത്താവ് കൽപ്പിച്ചു എന്താ? നീ ബലിയർപ്പിക്കുന്നതിന് മുൻപാണ് നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെങ്കിൽ ആദ്യം തന്നെ നിന്റെ ബലിവസ്തുവോടെ വെച്ച് നിന്റെ സഹോദരനോട് നിരപ്പായി നീ ബലിയർപ്പിക്കുവാൻ പറയുമ്പോൾ ആ മഹത്തായ ബലിയിലൂടെ അതിലൂടെ ലഭിച്ച സമാധാനത്തിലേക്ക്, പ്രത്യാശയിലേക്ക് പ്രവേശിക്കുവാൻ നാമും പ്രവേശിച്ച് യാത്ര ചെയ്യുമ്പോൾ
അതുകൊണ്ട് തന്നെയാണ് നോമ്പിന്റെ ആരംഭത്തിൽ കഷ്ടാനുഭാവശയിലേക്കും അഘോഷമരണത്തിലേക്ക് പ്രവേശിക്കുന്ന ആ സന്ദർഭത്തിലേക്ക് നമ്മുടെ ഈ നിരപ്പിന്റെ അനുഭവത്തിൽ, ക്ഷമയുടെ അനുഭവത്തിൽ പ്രവേശിക്കുവാൻ നമ്മുടെ പിതാക്കന്മാരെ രൂപീകരിച്ച് ക്രൂശിൽ കിടന്നുകൊണ്ട് ഇതിന്റെ ക്ലൈമാക്സ് തന്റെ ബലിയർപ്പണത്തിന് തൊട്ടു മുൻപ് നമ്മുടെ കർത്താവ് പ്രാർത്ഥിച്ചു, പിതാവേ, ഇവർ ചെയ്യുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ഇവരോട് ക്ഷമിക്കണം. നമുക്ക് ഈ ശുശ്രൂഷ നമ്മുടെ ജീവിതത്തിൽ നമ്മോട് തന്നെ നിരപ്പാകുവാനും, മറ്റുള്ളവരോട് നിരപ്പാകുവാനും, ദൈവത്തോട് നിരപ്പാകുവാനും, പ്രകൃതിയോട് നിരപ്പാകുവാനും, അങ്ങനെ സമാധാനപൂരിതമായ ലോകം ഇന്ന് സമാധാനത്തിലൂടെ ലോകം മുഴുവനും, സമൂഹം മുഴുവനും, മനുഷ്യകുലം മുന്നോട്ട് പോകുമ്പോൾ ഈ ശുശ്രൂഷയും നോമ്പിന്റെ നാളുകളും അതിന് മുഖാന്തരമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കും.